ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഒരു ശ്രീലത ലത. നീ ചാണകം തേച്ച് മെഴുകും അല്ലേ? ഞാൻ ചാണകമല്ല തേക്കാൻ പോണ. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1-നും 2-നും പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ, കേട്ടാ? നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട്, കേട്ടാ? നീ എന്റെ സുന്ദരിയാണ്, കുറെ ഓടിയൊരു വണ്ടിയാണല്ലോ നീ. നിന്നെ കണ്ടാലറിയാം. നമ്മളെക്കാളും തറയടാ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. വലിയ സുന്ദരി കോതയായിട്ട് ഇരിപ്പുണ്ടല്ലോ. സത്യഭാമ ഇരിക്കുന്നത് കണ്ടടി 67-ാമത്തെ വയസ്സില്. എന്റെ വയസ്സിലൊക്കെ നിന്റെ പടം ചുമരിൽ തൂങ്ങോടി മാലയിട്ട്. അവൻ എൻ്റെ ഒരു പടമൊക്കെ എടുത്തിട്ടേ, ആഷിക്ക് നിനക്ക് അമ്മയുണ്ടടാ വീട്ടില്? നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടറാ. പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത്. ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല. ചുമ്മാ വില ഗതി പിടിക്കാം. എന്റെ തല വെട്ടി വെച്ചില്ലേ? നിന്റെ തല വെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ തല വെട്ടി വേറെ ഏതെങ്കിലും പടം എടുത്ത് വെക്കാൻ എനിക്ക് അറിയാൻ വയ്യാണ്ടൊന്നുമില്ല കേട്ടാ. ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. നീ എന്റെ തല വെട്ടി വെച്ചിട്ടില്ലേ? നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ കോണകം തുണി ഇല്ലാത്ത ഒന്നിന്റെ തലയുടെ പുറത്ത് കൊണ്ടുപോയിക്കടാ നായേ. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഈ കുറുപ്പേ മഹാ തൊട്ടിയ പൊന്നാര മോൾക്കൊരു റോസാപ്പൂവൊക്കെ തന്നിട്ടുണ്ട്. അയ്യടാ, നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്തടാ റോസാപ്പൂവ്? നീ നാളെ നേരം വെളുക്കുമ്പോ നിന്റെ അമ്മയുടെ തലയ്ക്കാമ്പാട്ടൊരു നിലവിളക്കും കത്തിച്ചു വെച്ചിട്ട് 2 തേങ്ങയും കൂടെ ഉടച്ചു വെക്ക്. ആരും എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടും. എന്തുവാണ് ഇത്? ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്